ഹായ് ജീനസ് കമ്മ്യൂണിറ്റി, ജെയ് 2024 ഫസ്റ്റ് സെഷൻ്റെ റിസൾട്ട് ഔട്ടായിരിക്കുകയാണ്. രാവിലെ മുതലേ കുട്ടികളും പാരൻസും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ സന്തോഷത്തിലുള്ള കോളുണ്ട്, എന്നാൽ സങ്കടം പറയാനുള്ള കോളൊക്കെ ഉണ്ട്. എനിവേ, ജെയ് 2024 ഫസ്റ്റ് സെഷനിൽ നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയ എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. ഒട്ടും അപ്രതീക്ഷിതമല്ലാതെ NTA അധ്യാപകരെയും കുട്ടികളെയും രക്ഷിതാക്കളെയും നല്ല രീതിയിൽ ഇത്തവണയും സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. വൈകുന്നേരം മുതൽ വെയിറ്റ് ചെയ്ത് റിസൾട്ട് വന്നിരിക്കുന്നത് പതിവ് തെറ്റിക്കാതെ പാതിരാത്രി തന്നെയാണ്. മാത്രമല്ല, എന്നാൽ ആ പാതിരാത്രി എല്ലാവർക്കും റിസൾട്ട് കിട്ടിയോ? അതുമില്ല. നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ റിസൾട്ട് കിട്ടാതെ കുട്ടികൾ സൈറ്റ് ഹാങ് ആയി എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണം സാർ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമുക്ക് സഹിക്കാം. കാരണം കുട്ടികളെ നമ്മളൊന്ന് റിലാക്സ് ചെയ്തിരിക്കും. നമ്മൾ റീഫ്രഷ് ചെയ്യൂ, വീണ്ടും വരും എന്നൊക്കെ നമുക്ക് കുട്ടികളെ സമാധാനിപ്പിച്ചിരുത്താം. ഓക്കെ, അത് കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ റിസൾട്ട് വരും എന്ന് നമുക്ക് കുട്ടികളെ പറഞ്ഞിരുത്താം. അതും ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം അവിടെ മാസങ്ങളായി, അല്ലെങ്കിൽ ചില കുട്ടികൾ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ 2 വർഷമായിട്ട്, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ മുതലേ പഠിക്കുന്ന കുട്ടികളുണ്ട്. 8ാം ക്ലാസ് മുതൽ ഫൗണ്ടേഷൻ മുതലേ ജെഇ എന്ന് പറഞ്ഞ ഒറ്റ സ്വപ്നത്തിന് വേണ്ടി പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരെ നിങ്ങളുടെ റിസൾട്ട് വന്നു, ബാക്കിയുടെ കൂട്ടുകാരുടെ റിസൾട്ട് കിട്ടി, എൻ്റെ കൂട്ടുകാരുടെ റിസൾട്ട് കിട്ടി സാർ, എൻ്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന സമയത്ത് അവരെ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞത് എന്ത് തന്നെയാണ്, ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം അവരുടെ ജീവിതമാണ് മുമ്പിൽ കിടക്കുന്നത്. അവർക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ട്. സമാധാനിപ്പിക്കുന്ന ഞങ്ങൾക്കും അതിൽ വ്യക്തമായ ബോധ്യമുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് സഹിക്കാം. കുട്ടികളെ ഞങ്ങൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞതൊക്കെ നമുക്ക് ശരിയാക്കി വെക്കാം. പക്ഷേ നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു കാര്യമാണ് ഇത്തവണ കുട്ടികളോട് NTA ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾക്ക് വരുന്ന കോളുകളിൽ ഞങ്ങൾക്ക് ഏറ്റവും സങ്കടപ്പെടുത്തുന്നത്, നിരാശപ്പെടുത്തുന്നത്, ആശ്വസിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പാരൻസിൻ്റെയും കുട്ടികളുടെയും കോളുകളാണ്. ആ കോളിൽ അവർ കോമൺ ആയിട്ട് പറയുന്ന കാര്യമുണ്ട്. സാർ, നല്ല മാർക്കുണ്ട്, നമ്മൾ പ്രതീക്ഷിത എത്ര നല്ല മാർക്കുണ്ട്, പ്രിപ്പയർ ചെയ്തതിനനുസരിച്ചിട്ട് മാർക്കുണ്ട്, പക്ഷേ പേഴ്സൻ്റേജ് ഇല്ല സാർ. എൻ്റെ കൂട്ടുകാരന് അല്ലെങ്കിൽ അടുത്തുള്ള കുട്ടിക്ക് എന്നേക്കാൾ മാർക്ക് കുറവാണ്, പക്ഷേ എന്നേക്കാൾ കൂടുതൽ എന്തുണ്ട്, പെർസെൻറ്റൈലുണ്ട് സാർ. അതോടൊപ്പം തന്നെ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വന്ന കോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം റിപ്പീറ്റർ കുട്ടിയാണ്. കഴിഞ്ഞ വർഷം 110 മാർക്ക് ഉണ്ടായിരുന്നു സാർ എനിക്ക്, എന്നിട്ട് എനിക്ക് 93% സാർ. ഇപ്പം എനിക്ക് 170 മാർക്കുണ്ട്, 60 മാർക്ക് കൂടി സാർ, എന്നിട്ടും എനിക്ക് പെർസെൻറ്റൈൽ കൂടിയത് കേവലം 1%. അപ്പോൾ ഈ കുട്ടികളൊക്കെ എടുത്തു വെച്ച് നോക്കുന്ന സമയത്ത് ആ കുട്ടികളൊക്കെ എക്സാം എഴുതിയിരിക്കുന്നത് ഒന്നിക്കിൽ 27th അല്ലെങ്കിൽ 29th. ഈ 27th 29th എക്സാം നടത്തിയതിൽ NTA നല്ല രീതിയിൽ പാളിച്ച പറ്റിയിട്ടുണ്ട് എന്നതാണ് പാരൻസിൻ്റെയും കുട്ടികളുടെയും ഇടയിലുള്ള സംസാരം. കണക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സംശയം ശരിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ഇത്തവണ ജെഇക്ക് 4 ലക്ഷം ആസ്പിറൻസ് കൂടി, അഥവാ 12 ലക്ഷം കുട്ടികളാണ് ഇത്തവണ ജെഇ ആസ്പിറൻസ് ആയിട്ടുള്ളത്. 10 ഷിഫ്റ്റുകളിലായിട്ടാണ് എക്സാം നടന്നത്. ആ 10 ഷിഫ്റ്റുകളിൽ ഫസ്റ്റത്തെ 2 ദിവസങ്ങളിലെ ഷിഫ്റ്റുകൾ, അതായത് 27 അതേപോലെ തന്നെ 29 ഷിഫ്റ്റുകളിൽ മാക്സിമം കുട്ടികളെ കുത്തിത്തിരികയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ സാധനം എന്താവും, കൂടും. നല്ല രീതിയിൽ അവിടെ കോമ്പറ്റീഷൻ കൂടും. മാത്രമല്ല, കൂനുമക്കുരു എന്ന് പറഞ്ഞ പോലെ 27th ഫസ്റ്റ് ഷിഫ്റ്റൊക്കെ വളരെ സിമ്പിളാക്കുകയും ചെയ്തു. കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിളാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഷിഫ്റ്റിൽ 230 മാർക്ക് വാങ്ങിയാൽ പോലും 99% എന്ന് പറഞ്ഞ മാജിക് നമ്പറിലേക്ക് എത്താൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയാണ് കുട്ടിക്ക്. എന്നാൽ ഇതേ വർഷം തന്നെ, അഥവാ 2024 ഇതേ വർഷം തന്നെ 151 മാർക്ക് വാങ്ങിയ മറ്റൊരു ഷിഫ്റ്റിലെ കുട്ടിക്ക് 99%ലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഡിഫറൻസ് ഈസ് ഹ്യൂജ്, 80. കഴിഞ്ഞ വർഷങ്ങളിൽ ആ ഡിഫറൻസ് അത്രത്തോളം വരുന്നില്ല. ഏകദേശം 30ന്റെ റേഞ്ചിൽ മാത്രമേ ആ ഡിഫറൻസ്, അതായത് ടഫസ്റ്റ് ഷിഫ്റ്റും ഈസിയസ്റ്റ് ഷിഫ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് 30ന്റെ റേഞ്ചിൽ മാത്രമേ വരുന്നുള്ളൂ. അത് നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഷിഫ്റ്റുകളിലും എഴുതിയ കുട്ടികളോട് ചെയ്ത അനീതി തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ ഇവിടെ ഡിസ്പാരിറ്റി നടന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ ഇതിൽ സൈലത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. സൈലം എന്നും കുട്ടികളുടെ വികാരം മനസ്സിലാക്കി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന സ്ഥാപനമാണ്, നിങ്ങൾക്കറിയാം. അപ്പം നമ്മൾ അടുത്ത ജെഇ മെയിൻ അതേപോലെ തന്നെ അഡ്വാൻസ് ഇതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 തരത്തിലുള്ള ബാച്ചാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ജെഇ അഡ്വാൻസ്
സൂപ്പർ ബാച്ച്, ജെയ് അഡ്വാൻസ് സ്പീഡ് ബാച്ച്, അതോടൊപ്പം തന്നെ ജെയ് മെയിൻസിൻ്റെ ബാച്ച്. അപ്പോൾ ഈ ബാച്ചുകളിലേക്ക് കട്ട് ഓഫുകളുണ്ട്, അതായത് പ്രവേശനത്തിന് കട്ട് ഓഫുകളുണ്ട്. എന്നാൽ ഈ 27th 29th ഡേയ്സിൽ എക്സാം എഴുതിയ കുട്ടികൾക്ക് അവരുടെ ഇൻഡിവിജ്വൽ സബ്ജക്റ്റിൻ്റെ പെർഫോമൻസും കൂടി അനലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം അഡ്വാൻസ് എക്സാമിന് ഇൻഡിവിജ്വൽ സബ്ജക്റ്റിൻ്റെ പെർഫോമൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടി അനലൈസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ റിലാക്സേഷൻ തരുന്നതായിരിക്കും. സോ നിങ്ങൾ ആ ബാച്ചുകളിൽ ഇരിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നില്ല. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. മക്കളെ, നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാ, നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാ, നിങ്ങൾ നന്നായിട്ട് ഈ എക്സാം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ മാർക്കും സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് ചിലപ്പോൾ പേഴ്സൻ്റൈൽ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ചങ്ങ് പോയിട്ടുണ്ടാവും എന്ന് കരുതി നമ്മുടെ പ്രിപ്പറേഷൻ അവിടെ ഒരിക്കലും നിർത്തരുത്. നമ്മുടെ ഈ കലിപ്പ് അടുത്ത എക്സാമിനെ നിങ്ങൾ തീർക്കണം. ഇനിയും വരുന്നുണ്ട്. ഇത് ഫസ്റ്റ് ചാൻസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്ത ജെയ് മെയിൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ അഡ്വാൻസ് വരുന്നുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ ഈ കലിപ്പ് തീർക്കണം. നിങ്ങൾ പഠിച്ച സാധനം ഒരിക്കലും നിങ്ങളെ തലേന്ന് പോയിട്ടില്ല. നിങ്ങൾ ചെയ്ത ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും തിയറിയും കോൺസെപ്റ്റും ഇക്വേഷൻസും നിങ്ങളെ തലേന്ന് പോയിട്ടില്ല. അതൊക്കെ രാഗി മിനുക്കിയെടുത്ത് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ സപ്പോർട്ട് കൂടി പഠിച്ച് മുന്നേറുക തന്നെ ചെയ്യും. നമുക്ക് ഒരുമിച്ച് മുന്നേറാം, നമുക്ക് ഒരുമിച്ച് പോരാടാം. അവസാനത്തെ എക്സാം വരെ ഉറപ്പായിട്ടും ഞങ്ങൾ ഓരോരുത്തരും ദ എൻറ്റയർ സൈലം ജെയ് ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സോ നമുക്ക് അടുത്ത ചാൻസ്, അടുത്ത മെയിൻ ആയിക്കോട്ടെ അഡ്വാൻസ് ആയിക്കോട്ടെ ഏത് എക്സാം ആയിക്കോട്ടെ, നമുക്ക് ഒരുമിച്ച് നിന്ന് പൊള്ളിച്ചടുക്കണോ.